ഹായ് ഫ്രണ്ട്സ്, ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 3 ദിവസം മുന്നേ ഇട്ട ഫൈനോപ്സിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറൊരു ഓഫറും കൂടെ ഞാൻ ഇതുപോലെ ഈ റംസാൻ പ്ലസ് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അന്ന് ഫെലനോപ്സിസ് നമുക്ക് എന്താ പറയുക ആഗ്രഹിച്ചിരുന്ന ഒത്തിരി പേര് നമ്മുടെ എന്തോരം പേര് പ്ലാൻസ് മേടിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ സ്റ്റോക്കെല്ലാം കുറേ കളേഴ്സൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. എന്നാലും കുറച്ച് കളേഴ്സും കൂടി ഇനി ബാക്കിയുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് മേടിക്കാം കേട്ടോ. നമ്മുടെ ഇന്ന് പ്ലാൻസ് മേടിക്കാം. അതിൻ്റെ ഓഫർ ഇപ്പോഴും ഉണ്ട്. ഒരാഴ്ച കൂടെ എന്തായാലും അതിൻ്റെ ഓഫർ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പുതിയ ഇത് വരുമ്പോഴത്തേക്ക് അന്ന് ഈ റേറ്റ് ആരും ചോദിക്കല്ലേ, അന്ന് നമുക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഓഫറിൽ ഇപ്പോൾ ഉള്ള പ്ലാൻസ് ഇഷ്ടമായിട്ടുള്ളവർക്ക് കളേഴ്സ് നോക്കി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത്. ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ ഓഫർ, അതും സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറായിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് വന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റീസിൽ തന്നെ ഒരു വെറൈറ്റിയാണ്. കിങ് ഡ്രാഗൺ സ്ട്രൈപ്പ് എന്നുള്ള ഒരു സ്ട്രൈപ്പ് വെറൈറ്റിയിൽ വന്നിരിക്കുന്ന ഇതാണ്. കണ്ടോ, വരയായിട്ടുള്ളത്. അതിൻ്റെ പ്ലാന്റ്സ് എല്ലാത്തിലും ഇപ്പോൾ ബഡ് വന്നിട്ടുണ്ട്. കണ്ടോ, കുറേ ബഡ് വന്നിട്ടുണ്ട്. മൂന്നാലെണ്ണത്തിൽ ബഡ് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ചെറുതിലെ തന്നെ പൂ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് കാരൻ കോമ്പാക്റ്റം എന്നുള്ളതിനകത്ത് ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അതൊക്കെ നല്ല ഉഷാർ പ്ലാന്റ്സ് ആണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലാന്റ്സ് പലതിനും പല സൈസായിരിക്കും. ഒന്നാമത് സ്പെഷ്യൽ വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസ് ഇത് കണ്ടോ. ഈ പ്ലാന്റ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന ഫ്ലവർ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത. അതാണ് പെട്ടെന്ന് ബഡ് വരാൻ ചാൻസ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും. അതാണ് സ്പെഷ്യൽ വെറൈറ്റീസിൽ കൊണ്ടുവരുന്നത്. പിന്നെ പ്ലാന്റ്സിൻ്റെ സൈസ് പലതായിരിക്കും. ചെറിയ സൈസ് തൊട്ട് നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റീസിൽ വരും. ഇതൊക്കെ കണ്ടോ, ഈ ഷൂട്ടൊക്കെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന പ്ലാന്റിൻ്റെ സൈസ് ഉണ്ട്. ഈ ഷൂട്ടില്ലെങ്കിൽ ഈ 2 ഷൂട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ വച്ച് വളർത്തിയതിന് ശേഷമാണ് ഈ ഷൂട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പല പ്ലാന്റ്സും പല സൈസാണ്. ഞാൻ ഒരുവിധം പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. ഇപ്പോഴേ പറയുവാണ്, ഇത് സീഡ്ലിങ്സ് ആണ്. 1 ഇയറിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. ഇനി ആരും വന്ന് ചോദിക്കല്ലേ, വിത്ത് ഫ്ലവറാണോ കൊടുക്കുന്നത്, വിത്ത് ഫ്ലവറാണോ. ഞാൻ കഴിഞ്ഞ ഫെലനോപ്സിസിൽ കറക്റ്റായിട്ട് പ്ലാന്റ് കയ്യിലെടുത്ത് കാണിക്കുന്നുണ്ട്. മീഡിയം സൈസ് ഇതാണ് സെയിലിനുള്ളത്, റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്നത് വിത്ത് ഫ്ലവറോടാണ് പ്ലാന്റ് കൊടുക്കുന്നത്. കാരണം എന്താ, അവർ വീഡിയോ കാണുന്നില്ല. ജസ്റ്റ് തമ്മനയിൽ മാത്രം കണ്ടിട്ട് ബാക്കി ഞാൻ ഫുള്ള് വിശദീകരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വിശദീകരിച്ച് കൊടുക്കാനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല. കാരണം ഓർഡർ എടുക്കുക പ്ലസ് ഇതുപോലത്തെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങളൊരു 5-6 മിനിറ്റ് ഒന്ന് ഒരു എന്താ പറയുക വീഡിയോ ഒരു 2x ഇട്ട് കേട്ടാൽ പോലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ എനിക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാനും ഡീറ്റെയിൽസ് ചോദിക്കാനും വരാവൂ കേട്ടോ. അല്ലാതെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നേന്ന് പറയാം എത്ര സമയം എടുക്കുന്ന ഇതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും ഞാൻ ഈ സെയിൽ ചെയ്യുന്നതൊന്നും വിത്ത് ഫ്ലവറായിട്ടുള്ളതല്ല. ഞാൻ ഈ ഫ്ലവർ കാണിക്കുന്നത് സ്പെഷ്യൽ വെറൈറ്റിയിൽ ബഡ് വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ എല്ലാ പ്ലാന്റിലും ബഡ് ഉണ്ടെന്നൊന്നും വിചാരിക്കല്ലേ. ഇതെല്ലാം സീഡ്ലിങ്സ് ആണ്. 1 ഇയർ ഓൾഡ് സീഡ്ലിങ്സ് എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ നിങ്ങൾ അത്രയല്ലേ എക്സ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ അത് പെട്ടെന്ന് ഫ്ലവർ വരാം. എന്തായാലും ഒരു 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ടൈം ഇതിന് കൊടുക്കണം. കാരണം ഇത്ര ചെറിയ പ്ലാന്റ് ഒന്ന് ഉഷാറായിട്ട് വന്നതിന് ശേഷം മാത്രം ഫ്ലവർ എടിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരു 10-30 വെറൈറ്റിയിൽ കൂടുതലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ പ്ലാന്റും എനിക്ക് കാണിക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കുന്നത്. സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ ഒക്കെ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ചില വെറൈറ്റീസ് ഇതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഷൂട്ടൊക്കെ വന്നേക്കുന്നതുണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഞാൻ ഫെർട്ടിലൈസറും കാര്യങ്ങളും കൊടുക്കുന്നത് കൊണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം നമ്മുടെ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ്സിന് എത്ര ഷൂട്ടാണ് പൊട്ടിക്കുന്നതുണ്ടോ, 1, 2, 3, 4 ഷൂട്ട് പുതുതായിട്ട് പൊട്ടി വന്നേക്കാണ്. അവർ തന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുമ്പോൾ, നമ്മുടെ പ്ലാന്റ് കൈ കിട്ടുമ്പോൾ ആകെ ഈ ഒരു 2 ലീഫിൻ്റെ മാത്രമായിരുന്നു. അതിപ്പോൾ എത്ര ഷൂട്ട് വന്ന് നോക്കും. അതേപോലെ തന്നെ നിങ്ങളും പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക, കറക്റ്റായിട്ട് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇതേപോലെ പെട്ടെന്ന് ഷൂട്ട് വന്നോളൂ കേട്ടോ. ഈ പ്ലാന്റ്സ് ഒക്കെ ചെറിയ പ്ലാന്റ്സ് ആണ്. കണ്ടോ, ഇത് ഏത് വെറൈറ്റിയാന്ന് വെച്ചാൽ നമ്മുടെ ഇനോബി എന്നുള്ളൊരു വെറൈറ്റി ഉണ്ട്. ആ ഇനോബി എന്നുള്ള വെറൈറ്റിയാണ്. പ്ലാന്റ് സൈസാണ് ഇത്. അപ്പോൾ പ്ലാന്റ് ഇങ്ങനെ
നമുക്ക് വരത്തുള്ളൂ. പ്ലാന്റ് നമ്മൾ കെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതേപോലെ ഷൂട്ടുകൾ പൊട്ടി പൊട്ടി ആകെ പ്ലാന്റ് സൈസ് ഇത്ര കണ്ടോ, ഇതിൻ്റെ കണ്ടോ ഈ തണ്ട് തന്നെ ഉണ്ടയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ തന്നെയാണ് എന്താ പറയുക, പുതിയ പുതിയ ഷൂട്ടുകൾ. ഇവിടുന്ന് അധിക ഹൈറ്റ് മറ്റേ ഈ ഒരു പ്ലാന്റൊക്കെ പോകുന്ന പോലെ ഇതുപോലത്തെ ഹൈറ്റിലൊന്നും ഇനോവി പോകത്തില്ല. ഇതേപോലെ ചെറുത് തന്നെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫ്ലവറും കിട്ടുന്നത്, അത് തന്നെയാണ്. അപ്പം ഇത് ഇനോബി എന്നുള്ള പ്ലാന്റ് സൈസാണ്. ഇതേപോലെ സൈസുള്ള വേറെയും കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇനോബി പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർ പ്ലാന്റ് സൈസ് ചെറുതാണെന്ന് വിഷമിക്കില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ചെറിയ വെറൈറ്റീസ് നോക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. വലിയ വെറൈറ്റീസും പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ സൈസുള്ള പ്ലാന്റ്സാണ്. കോഡ് വന്നിട്ട് 71 എന്നുള്ള കോഡാണ് വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് വലുതാണ് കേട്ടോ. എല്ലാം ചെറുതല്ല, ഞാൻ ചെറുത് കാണിക്കുന്നത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സൈസ് പ്ലാന്റ്സ്. ഇത് ചാൻചാവോ ട്വിസ്റ്റ് എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഒരു പ്രത്യേകം നോക്കേണ്ട കാര്യം, എല്ലാ പ്ലാന്റ്സിലും ടാഗ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് സ്റ്റിക്കറോ അല്ലെങ്കിൽ ലീഫിലോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്പർ എല്ലാ പ്ലാന്റ്സിലും നമുക്ക് ടാഗുള്ള പ്ലാന്റ്സ് അല്ല, വളരെ കുറച്ച് മാത്രമാണ് പ്ലാന്റ്സ് ടാഗുള്ളത്. ബാക്കിയെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ലീഫിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ IDs. ഇതാണ്ടോ, ഇതൊക്കെ നല്ല പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഇപ്പം വന്നേക്കുന്ന ഷൂട്ടുകളാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഷൂട്ടുകൾ ഇത്ര പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഇത്രയും ഷൂട്ട് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ച്. ഞാനിപ്പോൾ നമ്മുടെ നഴ്സറിയിലെല്ലാം ആ ഫെർട്ടിലൈസറെ കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർ എന്താ പറയുക, എന്തായാലും ഒരു ഫെർട്ടിലൈസറും കൂടെ നിങ്ങൾ കയ്യിൽ വയ്ക്കുക. കാരണം പ്ലാന്റ്സിന് വളം കൊടുത്താൽ മാത്രമേ പ്ലാന്റ്സ് വളരത്തുള്ളൂ. കാരണം നമ്മൾ പോട്ട് ചെയ്യുന്നത് കരിയിലായതുകൊണ്ട് പ്രത്യേകം മനസ്സിലാവും, നമ്മൾ മണ്ണിലല്ല വയ്ക്കുന്നത്, കരിയിലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം മാത്രമേ ചെടിക്ക് കിട്ടത്തുള്ളൂ. അത് കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട്, ഒരു ചെടി പോലും നശിച്ചു പോവാണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു എന്താ പറയുക പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എൻ്റെ ചെടികളൊക്കെ കണ്ടോ, ഈ ലീഫുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് മിക്കതും നമ്മുടെ പുതിയ പുതിയ ഷൂട്ട് വന്ന തള്ളേര് ലീഫുകളാണ്. അത് ആ വളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഞാനത് അതിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർ ഫെർട്ടിലൈസർ വേണം, ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇത് തന്നെ മേടിക്കണം എന്നൊന്നല്ല പറയുന്നത് കേട്ടോ. അതൊന്നും വിചാരിക്കല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ കയ്യിൽ കരുതുക. ഇപ്പം നമുക്ക് നിങ്ങൾക്ക് പോയി മേടിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മളത് ഓൺലൈൻ നമ്മുടെ സ്റ്റോർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ അതും കൂടെ ഓർഡർ ചെയ്യുക. അതിൻ്റെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും എല്ലാത്തിനും ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് വാട്സാപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതേപോലെ കൊടുത്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് വേറൊരു പ്ലാന്റ് സൈസാണ്, എയറി ലവ്ലി സ്പ്ലാഷ്. ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ ആ പ്ലാന്റിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, ഇതിനകത്തൊക്കെ ബഡ് വന്നതാണ് കണ്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് പോയിരിക്കുന്നതാണ്. എല്ലാത്തിലും ബഡ് വന്ന പ്ലാന്റാണ്. പക്ഷേ അതിൻ്റെ സൈസ് കണ്ടോ, പ്ലാന്റ് സൈസ്. അപ്പം ഇനി നമ്മുടെ കോംബോ ഓഫർ പറയാം. 10 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ ഇതും ഓഫർ വെച്ചേക്കുന്നത്. 10 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മളത് 150 റേഞ്ചിൽ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റാണ്. ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിട്ട് റംസാൻ ഓഫർ പ്രൈസ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സ്റ്റോക്കിൻ്റെ അപ്ഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റോക്ക് ക്ലിയറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റേറ്റ് വന്നിട്ട് ഒരു പ്ലാന്റായിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ 1 മുതൽ 4 പ്ലാന്റ്, 1 or 4 പ്ലാന്റ് വരെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 140 ആയിരിക്കും. 140 ആയിരിക്കും 1 or 4 പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഒരു പ്ലാന്റോ 2 പ്ലാന്റോ 3 പ്ലാന്റോ 4 പ്ലാന്റോ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 140 വെച്ച് നിങ്ങൾ ഇടേണ്ടി വരും. അതേസമയം 5 പ്ലാന്റിൻ്റെ കോംബോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 135 വെച്ചായിരിക്കും റേറ്റ് വരുന്നത്. 135 വെച്ചായിരിക്കും നിങ്ങളുടെ റേറ്റ് വരുന്നത് 5 പ്ലാന്റ് കോംബോ ആണെന്നുണ്ടെങ്കിൽ. അതേസമയം നിങ്ങൾ 10 പ്ലാന്റിൻ്റെ കോംബോ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ വെറൈറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അത് 125 എന്നുള്ള രീതിയിൽ 1250 പ്ലസ് കൊറിയർ ചാർജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ റംസാൻ ഓഫർ. സ്പെഷ്യൽ 10 രൂപ സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ കോംബോ ഓഫർ അതാണ്. 125 രൂപ വെച്ച് നിങ്ങൾക്ക് 10 പ്ലാന്റ് 1250 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ റംസാൻ ഓഫർ. അതാണ്.
വേറൊരു ഓഫറും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാനുള്ള സമയം എനിക്ക് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഈ പ്ലാന്റ് വിത്ത് ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 5 കളർ അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ ഇതേ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ, വിത്ത് ബഡായിട്ടുള്ള പ്ലാന്റ്സ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഡാർക്ക് കളർ ഫ്ലവറാണ്. ഇത് വേറൊരു കളറാണ്, വളരെ കുറച്ച് കളേഴ്സേ ഉള്ളൂ. ഇത് സോണിയയുടെ ഒരു പ്ലാന്റാണ്. ഇത് വേറൊരു കളറാണ്. ഇതിൻ്റെ ഒന്നും ഐഡിയയും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതേപോലത്തെ 5 കളർ സെലക്ഷനൊന്നുമില്ല കേട്ടോ, ആകെ 5 6 കളറേ ഉള്ളൂ. ആ കളേഴ്സ് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഒരു 5 6 പേർക്ക് അയക്കാനുള്ള പ്ലാന്റ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 5 പ്ലാന്റിന് 180 റുപ്പീസ് വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. 180 റുപ്പീസ് വെച്ച് 5 പ്ലാന്റിന് റേറ്റ് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ ടോട്ടലായിട്ട് ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈസ് പ്ലാന്റ്സ് വിത്ത് ഫ്ലവറോട് കൂടി. പക്ഷേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഗിഫ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരു സമ്മാനം കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫെൽനോപ്സിൻ്റെ വീഡിയോ 24 hours നിങ്ങൾ സ്റ്റാറ്റസായിട്ടിട്ട് അതിൻ്റെ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ മാക്സിമം വ്യൂ എത്രയാണ് എന്നുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് അത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 24 മണിക്കൂർ വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എന്തായാലും എടുത്ത് വയ്ക്കുക. അഥവാ വിട്ടു പോവുകയാണെങ്കിലും ആ സ്ക്രീൻഷോട്ടെങ്കിലും എനിക്ക് അയച്ചു തരാൻ പറ്റില്ല. ചിലപ്പോൾ അത്രയും വ്യൂവിലാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നെങ്കിലോ. അപ്പോൾ അത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വന്ന ക്ലിപ്സ് ഞാൻ സ്പീഡിൽ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ആളുടെ പേര് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഇട്ട് ഉള്ള മത്സരത്തിൽ നമ്മുടെ വിജയമായിരിക്കുന്നത് സഫീറ എന്നുള്ള ആളാണ്. നമുക്ക് സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ടതിൻ്റെ ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് 414 വ്യൂ ആണ് ആ സ്റ്റാറ്റസ് ഇട്ടതിൽ നമുക്ക് ആൾക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സഫീറയ്ക്ക് കൺഗ്രാജുലേഷൻ. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം വ്യൂ എത്രയാണോ ഉള്ളത് അതെനിക്ക് ഷെയർ ചെയ്തിടുക. അടുത്ത് ചിലപ്പം നിങ്ങൾക്കായിരിക്കും സമ്മാനം കിട്ടുന്നത് കേട്ടോ. അതും മറക്കാണ്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. ഗ്രൂപ്പിൽ മെമ്പറാവാൻ മാക്സിമം നോക്കുക. ചില ഓഫേഴ്സ് ഞാൻ അടീനിയപ്പിൻ്റെയൊക്കെ ചിലപ്പം ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഇവിടെ വിരിയുമ്പോൾ ഉള്ള അപ്ഡേഷനും കാര്യങ്ങളും റേറ്റൊക്കെ ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. അപ്പോൾ അതിൽ മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഓഫറിൽ പ്ലാൻസ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 1-2 ഓഫറും കൂടെ ചിലപ്പോൾ റംസാൻ കഴിഞ്ഞാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.